അപ്പൊ ഗയ്സ് ഇവന്മാരെ നമ്മുടെ ചങ്ക് പൊടി ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ വറുത്തെടുത്ത് കിക്കിനകത്ത് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കയറി ഒന്ന് ഫോളോ ചെയ്യണം അല്ലേ ദുദ്ദു? അപ്പൊ ഞാൻ മറ്റേ നമ്മുടെ ഈ പാട്ടില്ലേ അതും മഴയും വണ്ടി ഓടിക്കലും പൊള്ളിച്ച്. ഇതിന്റെ ക്യാമറ മാറാൻ സമയമായി. ഇത് നോക്കി ഒന്നും കാണാൻ പോലും വരെ. സ്വത്ത് ശരിക്കും നീ ഇന്ന് വീട്ടിൽ പോവാണോ? ഞാൻ പോവാ. സ്വത്ത് എന്റെ വീട്ടിൽ നീ പോവാണോ? പിടിച്ചു വെച്ചേക്കാണ്. അമ്മ ഇന്ന് കിടുക്കൻ ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ വറുത്തെടുത്ത് പൊളിക്കും. കണ്ട ഗൈസ്, വറുത്തിട്ട് അതിങ്ങനെ കറിയാക്കുന്നതാണ് അമ്മയുടെ സ്പെഷ്യൽ. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു ഗൈസ്. അങ്ങനെ സ്വത്ത് നമ്മളെ വിട്ടുവിടുന്ന് പോവാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട്. സ്വത്ത് എപ്പോ വരും നീ? 2 ആഴ്ച 2 ദിവസം കഴിഞ്ഞ് വാ സ്വത്ത്. എനിക്ക് വീട്ടിലോട്ട് പറ്റുന്നില്ല. വാ സ്വത്ത്. സ്വത്ത് റൂമൊക്കെ ഒന്ന് പോണേല് മുമ്പ് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടാ പോകുന്നത്. നോക്കിയേ, അടിപൊളിയേ. സ്വത്ത് പെട്ടെന്ന് തന്നെ കേട്ടാ. ഐ മിസ് യു. അതൊക്കെ അത്രേ ഉള്ളു. സെറ്റാക്കാം. ഐ മിസ് യു ആൻഡ് ഐ ലവ് യു സ്വത്ത്. കേട്ടാ? സോറി, ഞാൻ സ്വത്ത് ഞാനായിട്ട് പിടിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഞാൻ സ്വത്തിനെ പറഞ്ഞ് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഹേർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടാ? ഐ ലവ് യു, ഐ മിസ് യു. അടുത്തത് വരണം കേട്ടാ? അതെ, ഒരു മാസത്തേക്ക് ഞാൻ പോവാ. സഞ്ജു ആ നരൂട്ടനെ എങ്ങാനും റൂമിൽ കയറ്റിയ ഇപ്പൊ ഞാൻ ചെല്ലിനെയൊക്കെ ഒരു വിധത്തിൽ ഒതുക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ഒന്നും കളഞ്ഞിട്ടുണ്ട്. അതിനെങ്ങാനും കയറ്റിയ ഇല്ല, ഞാൻ വെട്ടി കറി വെക്കും. പറഞ്ഞ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ടീഷർട്ട് പാന്റും കൂടെ കാണാൻ. അവന്റെ ടീഷർട്ടാണ്, അതുകൊണ്ട് നരൂട്ട പോകണ്ടെന്ന്. പോയിട്ട് വരാം. ഞാനും അനുവും കൂടെ ടൗണിൽ വന്നായിരുന്നു. നോക്കുമ്പോ ഒരു പട്ടി റോഡിന് അടുക്ക് കിടക്കണം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതാരെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. അതിന്റെ കഴുത്തിലൊക്കെ ഏതാണ്ട് ഉണ്ട് കേട്ടാ. നമുക്ക് ഇവനെ ഇവിടെ ഉപേക്ഷിച്ചേക്കാം. എടാ അപ്പുറത്ത് ഉപേക്ഷിച്ചേടാ ഇവനെ. അവരിട്ടേക്ക്. ഇത് ആ പട്ടിയുടെ ആണെന്ന് തോന്നണല്ലേ? ലുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഹേ ഗൈസ്, അപ്പോൾ ഞാനിത് എൻ്റെ ചങ്കുപടി അനൂപുമായിട്ട് കാറ്റാമറൈൻ ആലപ്പി വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ട അടിപൊളി ബീച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പിടിക്കുക. വേറെ ഒന്നല്ല, ഇവനെന്തോ ഇവൻ്റെ ഒരു ക്ലൈൻറ്റിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവന് മറ്റേ അഡ്മിഷൻ്റെ ഒക്കെ പരിപാടിയാണ് കേട്ടോ. എടാ എന്തൊക്കെ ചെയ്യൂടെ നീ? എല്ലാം ചെയ്യാം. ആണോ? അങ്ങനെയൊന്നുമില്ല, എന്ത് ചെയ്യും. അങ്ങനെ എനിക്കൊന്ന് ബാംഗ്ലൂർ, ഇവൻ ബാംഗ്ലൂർ എൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാംഗ്ലൂർ നേഴ്സിങ് പിന്നെന്തൊക്കെയാണ് ചെയ്യുന്നത് നീ? ഡിഗ്രി മുതൽ എല്ലാം ഉണ്ട് കേട്ടാ. അപ്പൊ അവന്റെ ഒരു വലിയ പുള്ളിയാണ്. അപ്പൊ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. അപ്പൊ ഞാൻ കൂട്ടത്തിൽ കോഫി അടിക്കണം വന്നിരിക്കുക. പിന്നെ നല്ല സൺഡേ അല്ലേ, അതുകൊണ്ട് അടിപൊളി ബീച്ചും നല്ല ക്രൗഡും അടിപൊളി. അപ്പൊ ഗൈസ് നിന്നോട് എടാ നമ്മുടെ പിള്ളേരും എല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല ഇത് സെറ്റ് ചെയ്ത് കൊടുക്കത്തില്ലേ ഗൈസ്? എന്തായാലും ഇവന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കൊടുക്കണം വേണ്ടല്ലേ? അതെന്തായാലും ഞാൻ ചുമ്മാ കൊടുത്തേക്കാം. അതെ, റോസിന്റെ ഒരു പ്രൊമോഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവരോടൊന്ന് ചോദിച്ചോ. ഡൗട്ട് ആണെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞു തന്നോളൂ കേട്ടാ. ഓക്കെ എടാ, നമ്മുടെ പിള്ളേരും എല്ലാം വരുവാണെങ്കിൽ എന്നോട് പറയണം കേട്ടാ. ഫ്രീ ആയിട്ട് കരിയർ ഗൈഡൻസ് കൊടുക്കുക. സെറ്റ്, അത് മതി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മുടെ ചങ്ക് പൊടി ചങ്ക് സബ്സ്ക്രൈബേഴ്സ്. ഇപ്പൊ ഞാന് കുറെ കാലം കൊണ്ട് ഈ ചെങ്ങാനെ ഫോളോ ചെയ്യാനാണ്. നിങ്ങളുടെ പേര് പറ. ഞാൻ റിജുൻ, ഇത് അഖിൽ. ബ്രോ ഒരു പോലീസുകാരനാണ്. നീ എന്തിനാണ്? ഞാനൊരു മനുഷ്യനാണ്, ട്രെയിനറാണ് നീ. അടിപൊളി ബ്രോയാ. അപ്പൊ ഞങ്ങളുടെ റമ്പത്തെ ഫുഡ് കഴിക്കാൻ വന്നപ്പോ യാദൃശ്യമായിട്ട് കണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ ഗൈസ് നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പൊന്നെ എനിക്ക് കയ്യാൻ പറ്റാത്തോണ്ടാ. അപ്പൊ ബ്രോ നിങ്ങൾ മലപ്പുറമാ? ഞാൻ മലപ്പുറം, വയനാട്, മലപ്പുറം. എനിക്ക് എന്തായാലും എന്നെ ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഗൈസ് ഇതേപോലെ നിങ്ങൾക്കും എന്നെ ഇഷ്ടമുള്ള ആൾക്കാരെ മതി കേട്ടോ. സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഹൈയാ. ബ്രോ നീ നിങ്ങള് അടിപൊളിയാണ്. റേഞ്ചാണ് വേറെ ലെവലാണ്. പാപ്പിച്ച മുത്താന്ന് പറയുന്നല്ലേ ഞാൻ പൈസ കൊടുത്തിട്ട് പറയുന്നല്ലേ. എന്ത് പോയി മനുഷ്യൻ സീരിയസ് ആയിട്ട് അതുകൊണ്ടല്ലേ ഫോളോ ചെയ്യുകയാണ്. എന്തായാലും സന്തോഷം കേട്ടോ കാണാൻ കണ്ടു. അപ്പൊ ഞാൻ നാറൂട്ടും കൂടെ ഒന്ന് ചുമ്മാ ടൗണിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി ഞാൻ നോക്കുമ്പോ ചിണ്ടന്റെ സ്കൂൾ ബസ് തന്നെ. സ്കൂൾ ബസ്സിനകത്ത് നിന്ന് ചിണ്ടൻ എല്ലാരെയും കാണിച്ചു തരുന്നു. ദേ അതാണ് എന്റെ കൊച്ചിച്ചൻ, ദേ അതാണ് കൊച്ചിച്ചന്റെ വണ്ടി, ദേ അതാണ് ഞങ്ങളുടെ നറൂട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കാണിച്ച് ചിണ്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ പട്ടിനെ കാണിച്ചു കൊടുത്ത എല്ലാരും, നറൂട്ടോനെ കാണിച്ചു കൊടുത്താ. പറഞ്ഞ നമ്മളെ പട്ടിയാന്ന്. ഈടായിട്ടുള്ള റൂട്ടീൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഞാനും അനുഭവം കൂടെ നേരെ കറ്റാമറന് പോകും. അവിടെ പോയി ഒരു കോഫിയോ ചായ എന്തെങ്കിലും കുടിക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന് ട്രെയിനും എടുത്തിരിക്കും. ഇതാണ് പരിപാടി. ഗൈസ് ഇവന്മാരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന്റെ ഇന്ന് ബർത്ത്ഡേ ആണ്. എടാ ഹാപ്പി ബർത്ത്ഡേ. ഇവർ രണ്ടും ട്വിൻസ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ അനിയത്തിയാണ്. ഇവരും ട്വിൻസ് ആണ്. ഇവിടെ പൊളി കേട്ടാ. ഓ അടിപൊളി. എത്ര വയസ്സായി? എനിക്ക് 11. പിന്നെ 11. ഓക്കെ എടാ വീഡിയോ ഒക്കെ കാണണം കേട്ടാ. ഓക്കെ താങ്ക് യു ബ്രോ. എടാ നിന്റെ പേരെന്തുവാ? പ്രണവ്. ഓക്കെ നിനക്ക് ട്വിൻസ് ആരെങ്കിലും ഫ്രണ്ട് ആണല്ലേ? ആ ഓക്കെ അടിപൊളി അടിപൊളി. കഴിഞ്ഞ ദിവസം ഒബ്സഷൻ സിനിമ ഞാനും സ്വത്തും കൂടെ കാണാൻ പോയി. അതിനുശേഷം സ്വത്ത് വിയേർഡായിട്ടൊക്കെ ഇവിടെ പെരുമാറുന്നു. നീ ഒരു മൂലക്ക് പോയി നിൽക്കുന്നു. സ്വത്താ സ്വത്താ സ്വത്ത് എന്തോ സ്വത്തു അതെന്നെ ഇഷ്ടമല്ല സ്വത്തു. I love you so much. ഹായ് മറ്റേ മീഷയിൽ നിന്ന് വാങ്ങിയ ഒബ്സഷൻ ഗേൾ. Don't call me freaky cracky Nicky. ഇപ്പൊ ഞാനും എന്റെ സുന്ദരിയായിട്ടുള്ള എന്റെ സ്വത്തും കൂടെ കിക്കിനകത്ത് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കയറി ഒന്ന് ഫോളോ ചെയ്യണം അല്ലേ സ്വത്തു? പറഞ്ഞു കൊടുക്ക്. Do follow in kick. അയ്യാ ഇതെന്താ ചത്ത പോലെ പറയുന്നു? നല്ലപോലെ പറ. ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. തുടക്കം കാണിച്ചു കൊടുത്ത ഗൈസ് ഇന്ന് ഒന്നൊക്കെ വരുവ. ഇന്ന് വരുവാ ഇന്ന് വരുവേ. സ്വത്തിന് പുതിയ റീലാണ്. മതി. ബാക്കി നിങ്ങളുടെ റീൽ വരുമ്പോൾ കണ്ടുവച്ചാൽ മതി ഗൈസ്. അടിപൊളി സാധനമായിരിക്കും. പക്ഷെ ഞങ്ങൾ പറഞ്ഞ വേറൊന്നുമില്ല, കിക്കിനകത്ത് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിനകത്ത് IRL അതുപോലെ തന്നെ ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. നോ കട്ടിങ് നോ എഡിറ്റിംഗ് അങ്ങനെയൊക്കെയാണ്. റോ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ്. അപ്പൊ കുറച്ചാളൂടെ കഴിയുമ്പോൾ എന്തെങ്കിലും ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ കൊണ്ടുവരാം. ഇപ്പൊ ചുമ്മാ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് എക്സർസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഭവം സർപ്രൈസ് ചെയ്തായിരുന്നു, ചെണ്ടമേളമൊക്കെ നടത്തി. ലൈവിലാണെങ്കിൽ ഇതിനകത്തില്ല, അടുത്ത വീഡിയോക്കകത്ത് ഇടാൻ വേണമെങ്കിൽ. വേറെ ഒന്നല്ല, ലൈവിനകത്ത് ഞാൻ ഇവിടെ ചെണ്ടമേളമൊക്കെ കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ലൈവിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ കയറി നോക്കിയോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നാളത്തെ വീഡിയോക്കകത്ത് ഞാൻ അതിന്റെ ബിഹൈൻഡ് സീനും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അതൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഭയങ്കര സ്പോട്ടായിട്ട് ചെണ്ടമേളൊക്കെ ഉത്സവ റൂമിൽ നടത്തിയതുപോലെ. അതെ, അതേപോലെ തന്നെ ഡിസ്കോഡിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലിങ്ക് താഴ്ത്തു കൊടുത്തേക്കാം. എല്ലാത്തിനും കയറി ഫോളോ അടിച്ചേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. ലവ് യു ഗൈസ്, ടേക്ക് കെയർ. ബൈ ബൈ.